ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള ഐലൈനറിൻ്റെയും അതേപോലെ തന്നെ കാജലിൻ്റെയും കളക്ഷനാണ്. ഒരുപാടൊന്നുമില്ല, അതേപോലെ തന്നെ ഇത് ഞാൻ കളക്ട് ചെയ്ത് വെച്ചതുമല്ല, ഓൾറെഡി കയ്യിലുണ്ടായത് ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ജയ് കാജലാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കുന്ന സാധാരണ കൺമഷി തന്നെയാണ് ഇത് ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ടെക്സ്ചർ വളരെ സ്മൂത്താണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് നന്നായിട്ട് കണ്ണിന് ചുറ്റും പരങ്ങുന്നുണ്ട്, പക്ഷേ അതെനിക്കിഷ്ടമാണ്. ഇനി അടുത്തതായിട്ടുള്ളത് ഇൻസൈഡ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐലൈനറാണ്. ഇത് നമുക്ക് വല്ല ഫങ്ഷനോ മറ്റോ ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ഒന്നും അല്ല, നോർമലി ബ്ലൂ കളറാണ്. ജസ്റ്റ് നമുക്ക് എന്താ പറയുക, ഫങ്ഷനൊക്കെ പോകുന്ന സമയത്ത്, പാർട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് നല്ല രസമുണ്ടാകും ഈ ഒരു കളറ് ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട്. ബ്ലാക്കും കൂടി ഇതിൻ്റെ ഒപ്പം മിക്സ് ചെയ്തിട്ട് ഇടാന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് ജസ്റ്റ് എനിക്ക് തോന്നുന്നു 100 റുപ്പീസിന് ഉള്ളിൽ തന്നെയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ടുള്ളത് ADSൻ്റെ ഈ ഒരു പെൻസിൽ ആയിട്ടുള്ള നമ്മുടെ എന്താ പറയുക, കാജലോ അല്ലെങ്കിൽ ഐബ്രോ ഫില്ലറോ എന്ത് വേണമെങ്കിലും ഇതിന് പറയാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്തായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് 65 റുപ്പീസേ ഉള്ളൂ എന്ന് തോന്നുന്നു ഇതിന്. അപ്പോൾ സാധാരണ ഒരുപാട് കൺവെൻഷനൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ജസ്റ്റ് ഇത് കണ്ണിന് താഴെ ഇട്ട് കൊടുക്കാം. ഐലൈനറൊക്കെ മുകളിലിട്ടിട്ട് ജസ്റ്റ് ഇത് താഴെ ഇട്ട് കൊടുക്കുന്നത് നല്ല ഭംഗിയുണ്ടാവും കണ്ണ് കാണാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതായിട്ടുള്ളത് ലാക്മിയുടെ ഈ ഒരു ഐലൈനറാണ്. എനിക്ക് തോന്നുന്നു സാധാരണ എല്ലാവർക്കും ലാക്മിയുടെ പ്രോഡക്റ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി ലാക്മിയുടെ ഐലൈനർ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലാക്മിയുടെ ഐലൈനർ ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള എന്താ പറയുക ബ്ലാക്ക് അല്ല, അതുകൊണ്ട് തന്നെയാണ് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു കാജലാണ്, മേബ്ലിൻ്റെ കാജൽ. ഇതിൻ്റെ പേരൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്, പക്ഷേ ഇത് നമുക്കുണ്ടല്ലോ ഒരു പ്രാവശ്യം വാങ്ങിയാൽ ഏകദേശം ഒരു 3 മാസം വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രൈസിനെ കാട്ടി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് 36H എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പെൻസിൽ, അതായത് സ്കെച്ച് ഐലൈനറാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒന്നാണ്, എനിക്ക് എന്താണെന്ന് അറിയില്ല, ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. പക്ഷേ അത് ഞാൻ ഒരുപാടായില്ല കേട്ടോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇനി അടുത്തതായിട്ടുള്ളത് സാധാരണ ശിങ്കാറിൻ്റെ ഈ ഒരു സ്റ്റിക്കാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി എനിക്ക് തോന്നുന്നു സാധാരണക്കാരുടെ മേബ്ലിൻ എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ. അത്രയ്ക്കും എനിക്കിഷ്ടപ്പെട്ട ഒരു സ്റ്റിക്കാണ്. സാധാരണ 20 രൂപയോ മറ്റോ ഇതിനുള്ളൂ, എങ്കിലും അത്രയ്ക്കും നമ്മുടെ കണ്ണിൽ ഇതിട്ടിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇനി അടുത്തതായിട്ടുള്ളത് ഇതാണ്, ഇത് ഡാസ്ലറിൻ്റെ കേട്ടോ. ഇതിന് ഞാൻ മുകളിൽ അടുപ്പിട്ടിട്ടുള്ളത് ഇൻസാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഐലൈനറിൻ്റെയാണ്. അപ്പോൾ ഇത് ഡാസ്ലറിൻ്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു അടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു കാജലാണ്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ മറ്റ് ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ. എനിക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 20 രൂപ കൊടുത്തതിനെ പോലെ തന്നെയുള്ള ഒരു കൺമഷിയാണ്. 20 രൂപ ഇല്ലയെന്ന് തോന്നുന്നു, 15ഓ 10ഓ മറ്റോ ഉള്ളൂ എന്ന് തോന്നുന്നു. ഐലൈനറിനെ കാട്ടിയും കൂടുതൽ എനിക്കിഷ്ടം സ്റ്റിക്കിനോടൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ കൺമഷി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. വേറെ എന്ത് ഫേസിലിട്ടില്ലെങ്കിലും സാരമില്ല, കൺമഷി ഞാൻ ഇടാറുണ്ട്. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായിട്ടുള്ളതാണ് ഈ കൺമഷികളൊക്കെ. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ എക്സ്ട്രാ സ്പെഷ്യലായിട്ടുള്ളത് 36H എന്ന് പറയുന്ന ആ ഒരു ഐലൈനറും സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐലൈനറുമാണ്. ബാക്കിയൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ടും തീർത്തോണ്ടും ഉണ്ടാവുന്നത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ വരയ്ക്കും. ടാറ്റാ.